നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എല്ലാവരും കൂടി ബീച്ചിൽ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് നിധി ഒരു കാര്യം പറഞ്ഞു. അതെ, നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയാലോ? പക്ഷേങ്കില് ഭാസ്കറിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആർക്കൊട്ടും സമ്മതമായിരുന്നില്ല. സുധീഷും നികേഷും ഒട്ടും സമ്മതിച്ചില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അച്ഛൻ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. നിധി പറഞ്ഞു, അതെങ്ങനെയാ, നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ അത് പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ, അച്ഛൻ എന്ത് വിചാരിക്കും? സുഭാഷ് പറഞ്ഞു, അത് വേണോ മോളെ, നമുക്ക് തന്നെ പോയിട്ട് വന്നാൽ പോരെ. അതെങ്ങനെയാ സുഭാഷ് ഏട്ടാ ശരിയാന്നേ? അല്ല, അച്ഛൻ വരുമെന്നും തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിച്ചു നോക്കാം. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, വേണ്ട നിധിയടുത്തി, അതിന്റെ ആവശ്യമില്ല. അത് ശരിയാകത്തില്ല, ഞാനൊന്ന് പോയി വിളിച്ചു നോക്കാം, നിങ്ങൾ റെഡിയാവാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഭാസ്കറിന്റെ അടുത്തേക്ക് നിധി എന്ന് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. നിധി പെട്ടെന്ന് എന്നിങ്ങനെ ഒന്ന് ചുമയ്ക്കുകയാണ്. ആ സമയം ഭാസ്കരൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്താ? ഒരു കുത്തി ഒരു ചുമയൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ, ഞങ്ങൾ ബീച്ചിൽ പോകുന്നുണ്ട്. അച്ഛൻ ബീച്ചിൽ വരുന്നുണ്ടോ? ഭാസ്കരൻ അന്തം വിട്ടുപോയി. ബീച്ചിലോ? അതെ, ഞങ്ങൾ ബീച്ചിൽ പോവുക. അപ്പൊ അച്ഛൻ വരുന്നുണ്ടോന്ന്? അതിന് ഞാൻ വരാനായിട്ട് അവര് സമ്മതിച്ചോ? ആര്? അല്ല, സുഭാഷും സുധീഷും ഒക്കെ. അവര് പോന്നോളാൻ പറഞ്ഞു, അതല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അതെന്ത് ചോദ്യമാ? അങ്ങനെ അവര് പോന്നോളാൻ പറഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാൻ എപ്പ വന്നെന്ന് ചോദിച്ചാൽ മതി. ദേ, ഒരു 5 മിനിറ്റ്, ഇപ്പൊ തന്നെ ഞാൻ പോയി റെഡിയായിട്ട് വരാം. എൻ്റെ അടുത്താ കളിയെന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. ആ സമയത്ത് നികേഷ് വന്നിട്ട് പറഞ്ഞു, ദേ നിധിയടുത്തി, ഇതാകെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. എന്ത്? നമ്മൾ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, എവിടെ ചെന്നാലും അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. വെറുതെ നല്ലൊരു യാത്ര, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ബീച്ചിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഹരീഷ് മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. ഹരീഷിന് ഒരു ബൈക്ക് പിറ്റേ ദിവസം കൊടുക്കാനുണ്ട്, അപ്പം അത് പണിയണമെന്നും പറഞ്ഞ് വർക്ക്ഷോപ്പിലേക്ക് പോയായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീതു വർക്ക്ഷോപ്പിലേക്ക് വരുന്നേ. നീതുവിനെ കണ്ടു കഴിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ ഹരീഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നീതുവിന് ദേഷ്യമായി. ഇതെന്താ ഹരീഷ് ഏട്ടാ, ഞാൻ എത്ര സമയമായി വന്നിട്ട്, എന്നിട്ട് എന്നെ എന്താ ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്തെ? എന്ത് മൈൻഡ് ചെയ്യാനായിട്ട് അപ്പം? അപ്പം അങ്ങനെയാണല്ലേ. അല്ല, ഹരീഷ് ഏട്ടൻ എന്തിനാ ആ സുധീഷ് ഏട്ടനെ കൂട്ടി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? ഞങ്ങളുടെ വീടിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങളുടെ വീടിനെയാണോ ഹരീഷ് ഏട്ടൻ സ്നേഹിച്ചേ? അത് കേട്ട് ഹരീഷിന് ദേഷ്യം വന്നു. വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞേ? പിന്നെ സുധീഷ് ഏട്ടനും കുറെ ചീത്ത പറഞ്ഞു. നിങ്ങളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരനൊക്കെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയാലോ. ആദ്യം ഈ പ്രശ്നത്തിന് തുടക്കം വിട്ട ആരാ? നിന്റെ സഹോദരൻ തന്നെയാ. ഞങ്ങളുടെ വീട് കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെയാ, മനുഷ്യന്മാർ താമസിക്കുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട്. എടി, നിന്റെ വീട് സ്വന്തം വീട് പോലും അല്ല, ഒരു വാടക വീടല്ലേ. അതുപോലെ അത്രയും ചെറിയ വീട്ടിൽ താമസിച്ചിട്ടാണ് നീ മറ്റുള്ള വീട്ടുകാരെ കുറ്റം പറയണേ. അയ്യോ, അതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് സുധീഷന് മനസ്സിലായി കാണത്തില്ല. അത് കേട്ടപ്പത്തേനും ഹരീഷ് പറഞ്ഞു, അതെ, സുധീഷേട്ടന് മനസ്സിലായിട്ട് തന്നെയാ സുധീഷേട്ടൻ പറഞ്ഞത്. അതെ, ഞങ്ങളുടെ വീടിനെ കുറിച്ച് ചെറുതാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കൊള്ളത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ലേ നിന്റെ അച്ഛനും അമ്മയും നിന്റെ സഹോദരനും ഒക്കെ പറഞ്ഞേ. അതുകൊണ്ടാണ് സുധീഷേട്ടൻ നിങ്ങളുടെ വീടിനെ കുറിച്ചും പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നീതു പറഞ്ഞു, ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ അമ്മ എന്താ ഉദ്ദേശം എന്നറിയാവോ? വീടിന്റെ വലിപ്പത്തിലല്ല കാര്യം, അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ആർക്കെങ്കിലും നല്ലൊരു അഭിപ്രായം ഉണ്ടോ? നല്ലൊരു വീടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ അതായിരിക്കും കാര്യമില്ലേ? അതെ, ഞങ്ങളുടെ വീടിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞങ്ങളുടെ വീട് എന്താ ഏതാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നാട്ടുകാരല്ല ഞങ്ങളുടെ വീടിനെ കുറിച്ച് തീരുമാനിക്കുന്നത്, അറിയാലോ. പിന്നെ നീ ഇപ്പൊ ഇത്ര വാദം വരാതെ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. നിന്റെ വീട്ടിൽ എന്താ? നിന്റെ ആങ്ങളയ്ക്ക് നല്ലൊരു ജോലിയും കൂലിയും ഉണ്ടോ? അവന് ചുമ്മാ നാട് നില തെണ്ടി തിരിഞ്ഞ് നടക്കുമല്ലേ. ഒരു വാടക വീട്ടിലാണ് 5 രൂപ ഉണ്ടാക്കുന്നുണ്ടോ? സ്വന്തമായിട്ടൊരു വരുമാനം പോലും ഉണ്ടാക്കുന്നില്ല അവന്. എന്നിട്ടാണ് അവനീ ഞങ്ങളെ വന്ന് കുറ്റപ്പെടുത്തി വാചകം അടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ആ വീട്ടിലില്ലാതെ പോയി. അല്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നോ? അവനെ ശരിയാക്കി വിട്ടാനും. അപ്പോഴേക്കും നീതു പറഞ്ഞു, ഇപ്പൊ കുറ്റം മുഴുവൻ ഞങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലല്ലേ? അതെ. ഞാൻ അങ്ങോട്ടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വന്നായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ സുധീഷേട്ടനെ കൂട്ടി രണ്ടാമത് വന്നത് എന്തുകൊണ്ടാ? നിന്റെ വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു. നീതു പറഞ്ഞു, അല്ലേലും എനിക്കറിയാം ഇതെങ്ങനെയാ വരത്തുള്ളെന്ന്. അപ്പൊ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചത് വെറുതെ ആയിപ്പോയല്ലേ?
അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതിന് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്നോട് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് മനസ്സിലായി, സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഹരീഷേട്ടൻ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലായിരുന്നു. ഒടുവിൽ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ഇതാ പറഞ്ഞു പുല്ല്, ഈ പ്രേമം മണ്ണാങ്കട്ടയൊന്നും വേണ്ടെന്ന്, ദൈവത്തെ ഒന്ന് പോയി തരാവോ? എന്ന് നിന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. സ്വസ്ഥത സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്തിരി സമാധാനത്തോട് കൂടിയിട്ടൊരു വണ്ടി പണിയാന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പം തുടങ്ങി ഓരോന്നൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഓ, അപ്പം ഹരീഷേൻ്റെ സ്വസ്ഥത സമാധാനം കളയുന്ന ഞാനല്ലേ? അല്ലാതെ പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എത്ര നല്ല സ്വസ്ഥത സമാധാനത്തോടെ നടന്നുകൊണ്ടിരുന്ന നീ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം എൻ്റെ വീട്ടുകാർക്ക് മുഴുവൻ കുറ്റം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് വന്നാൽ മതിയടി, എനിക്കൊരു നിർബന്ധമില്ല നിന്നെ കല്യാണം കഴിക്കണമെന്ന്. ഓ, ഇപ്പം അങ്ങനെയായല്ലേ? അപ്പം ഹരീഷേട്ടൻ എന്നെ വേണ്ട വേണ്ട, എങ്ങോട്ടേലും നീ പോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പം നീ ഇത് സങ്കടത്തോടുകൂടി അങ്ങോട്ട് പോയി. ഹരീഷിന് ആ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. അതേസമയം ബീച്ചിൻ്റെ അവിടേക്ക് സുധീഷ് സുഭാഷ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കടലയും കൊണ്ടൊരു പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ കടല വാങ്ങിത്താ. എടാ അതൊക്കെ ഇതിനകത്തുണ്ട്, ഈ കവറിനകത്തുണ്ട്, കഴിക്കാനുള്ളതല്ല ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നേക്കുന്നേ. അപ്പോഴേക്കും നിധി പറഞ്ഞു, വാങ്ങിച്ചു കൊടുക്കുക സുഭാഷ് ചേട്ടനെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് വാങ്ങിച്ചു. പിന്നീട് നിധിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവരവിടെ വന്നിരുന്ന് കടലക്കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി പറഞ്ഞു, അതെ എനിക്ക് വെള്ളത്തിലിറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാ, വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ തിരകളൊക്കെ വരുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഞാനിതേ വെറുതെ ഇവിടെ നിന്ന് കാല് നനയ്ക്കത്ത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഇരുന്നിങ്ങനെ കാഴ്ച കാണാനാണോ? വാ എന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെ നീതുനെയല്ല നീതിനെയൊക്കെ വിളിച്ചു. അങ്ങനെ അവർ പതുക്കെ അവിടേക്ക് ഇറങ്ങി, ബീച്ചിൻ്റെ അവിടേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ കാലൊക്കെ തണിച്ച് അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ആ പാൻറ് ഇച്ചിരി കയറ്റി വെച്ചോ, മൊത്തം നനയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, സുഭാഷ് എണ്ണം കൂടെ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞു. അപ്പോൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ സുഭാഷ് അവരുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ സുഭാഷിനെയും കൂടെ പോയി പൊക്കിക്കൊണ്ട് വന്നു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ എൻജോയ് ചെയ്യുവാണ്. ആ സമയത്ത് ഭാസ്കരൻ എന്ത് ചെയ്തു, അവിടെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല എൻജോയ്മെൻറ്റിലാണ് നിധിയും സുധീഷും കൂടെ. അവർ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുന്നു. ഭയങ്കര കളികളും കാര്യങ്ങളൊക്കെ. അത് കണ്ടു കഴിഞ്ഞപ്പം നികേഷിൻ്റെ കയ്യിലേക്ക് സുഭാഷ് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു കയറ്റിക്കൊണ്ട് പോവാണ്. എന്താ സുഭാഷ് ഏട്ടാ, ഞാൻ ഇത്തിരി കൂടെ വെള്ളത്തിൽ നിൽക്കട്ടെ? അതെ, അവർ കണ്ടോ, എൻജോയ് ചെയ്യുന്നത് കണ്ടോ, നമ്മളിവിടെ മാറിയിരിക്കാൻ കുറച്ച് സമയം എന്ന് പറഞ്ഞു. ഓ, അപ്പം അങ്ങനെയാണല്ലേ. ആ സമയം ഭാസ്കരനോട് വീട് വലിക്കുമായിരുന്നു. അച്ഛൻ എന്ത് പരിപാടി കാണിക്കുന്നേ? പൊതുസ്ഥലത്ത് വന്ന് വീട് വലിക്കുന്ന ശരിയല്ല, പോലീസ് എങ്ങാനും കണ്ടാൽ പിടിച്ചോണ്ട് പോകും. ഓ, പിന്നെ ഒരു വീട് വലിച്ചെന്ന് ഓർത്തുണ്ട് അച്ഛൻ അവിടേക്കാനും മാറിപ്പോയി എന്നിട്ട് വലിക്കാൻ പറഞ്ഞു. ഒടുവിൽ ഭാസ്കരൻ അങ്ങോട്ടേക്ക് മാറിപ്പോയി. ഈ സമയം വലിയൊരു തിരമാല വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഓടി, സുധീഷ് അങ്ങോട്ട് ഓടി വായണം ദേഹത്തേക്ക് വെള്ളം വീഴാതെ. അപ്പോഴേക്കും നിധി സുധീഷിൻ്റെ കയ്യിലേക്ക് പിടിച്ചു. അവരങ്ങനെ ഇങ്ങോട്ട് നീങ്ങി വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ വലിയ തിരമാലകളാണ്, നമുക്ക് ഇത്തിരി അപ്പുറത്തേക്ക് മാറിപ്പോവാം, അവിടെ ചെറിയ തിരമാലയുള്ളെന്ന് പറഞ്ഞു. അതിനെന്താന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഇത്തിരി അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിപ്പോയി. അത് കണ്ടുകൊണ്ട് സുധീഷും നികേഷും ഒക്കെ സന്തോഷിച്ചിരിക്കുവാണ്. ഈ സമയത്ത് ഭാസ്കരൻ എന്ത് ചെയ്തു, ഭാസ്കരൻ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ്, വെള്ളത്തിലൊക്കെ ചാടി. സുധീഷിന് സന്തോഷമായി. കാരണം സുധീഷിൻ്റെ നിധിയുടേതായ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ആയിരുന്നു അത്. നിധി പക്ഷെ വേറൊന്നും മനസ്സിൽ വിചാരിച്ചോണ്ടല്ല, പക്ഷെ സുധീഷ് അങ്ങനെയല്ല, തൻ്റെ ഭാര്യയാണ് ഇവള്, താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോഴാണ് ഭാസ്കരൻ്റെ വരവ്. ഭാസ്കരൻ വന്നിട്ട് നിധിയോട് പറഞ്ഞു, എൻ്റെ മോളെ ഇതൊക്കെ വല്ല കടലാണോ? ഞാനേ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് എത്ര കടല് കണ്ടിരിക്കുന്നു. ഗുജറാത്തിലൊക്കെ പോണ സമയത്തൊന്ന് കണ്ട കാഴ്ച തന്നെയാ, എത്ര വലിയ തിരമാലകളാണെന്നറിയാവോ? അതൊക്കെ ഭാസ്കരൻ പറയുമ്പോഴത്തേനും സുധീഷിന് ദേഷ്യമായി. അച്ഛനെ തിരമാലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരാൻ കണ്ട സമയം, ഇത്തിരി സമയം ഒന്ന് എൻജോയ് ചെയ്യാൻ കിട്ടിയതായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ ഓരോന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. നിധിയാണെങ്കിലോ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടോ അച്ഛാ, അല്ല അച്ഛൻ ഈ ഓട്ടം പോകുന്ന സമയത്ത് കടലൊക്കെ കാണാൻ പറ്റുമോ? പിന്നല്ലാതെ, നമ്മൾ ലോങ് പോകുന്ന സമയത്തെ നമ്മൾ ചിലപ്പം 5-6 ദിവസം കഴിയുമ്പോഴേക്കായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് എവിടെയും സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കാണാനായിട്ട് നമുക്ക് സമയം കിട്ടുമെന്ന് പറഞ്ഞു. ഓഹ് ദൈവമേ, അച്ഛനൊന്ന് പോയാൽ മതിയായിരുന്നു ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ആ സമയം സുഭാഷ് ഇത് കണ്ടു. സുഭാഷ് പെട്ടെന്ന് നികേഷിനോട് പറഞ്ഞു, എടാ നീ വന്നേ, അച്ഛനെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് വന്നിട്ട്
ഭാസ്കരൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ, എന്താടാ ഒരു കാര്യം പറയും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ മാറ്റിക്കൊണ്ട് പോയി. എടാ എന്തിനാടാ എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നേ? എൻ്റെ അച്ഛ, അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അച്ഛന് പോയി കയറേണ്ട കാര്യമുണ്ടോ? അവര് കുറച്ച് സമയമെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കട്ടെ. ഓ പിന്നെ വീട്ടിൽ കിട്ടാത്ത സംസാരം ഇവിടെ, ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു. അച്ഛനിനി അങ്ങോട്ടേക്ക് പോവണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നിധി പറഞ്ഞു, ഞാൻ മടുത്തു, നമുക്കിവിടെ ഇത്തരം സമയം ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. സുധീഷും അടുത്തിരുന്നു. സുധീഷ് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ കാര്യം കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സുധീഷ് ഇത് നിധിയെ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ 10 ലക്ഷം പേരാ അത് കണ്ടേക്കുന്നത്, 1 മില്യൺ വ്യൂസ് ഉണ്ട്. ഓരോരുത്തരുടെ കമൻറ്റ് കണ്ടോ, നല്ല കപ്പിൾസ്, നല്ല ജോഡിയാന്ന് പറഞ്ഞിട്ട്. ഓ അങ്ങനെയൊക്കെയാണോന്ന് ചോദിച്ചു. പിന്നല്ലാതെ നമ്മളിപ്പോൾ ഫേമസ് അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി ചോദിച്ചു, സത്യമാണോ സുധീഷ് പറയണേ, അല്ലെങ്കിൽ നോക്കാനും പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കണം ആ വീഡിയോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിധിക്കും ഭയങ്കര സന്തോഷമായി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുഭാഷ് നോക്കും, ഭാസ്കരനെ കാണുന്നില്ല. നികേഷിനോട് പറഞ്ഞു, എടാ അച്ഛനെ കാണുന്നില്ലോ. ഓ അച്ഛനപ്പുറം എങ്ങനെ മാറിയുണ്ടായിരിക്കും. എടാ അങ്ങോട്ടെങ്ങനെ ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോകുന്ന സമയത്ത് അച്ഛനെ അന്വേഷിച്ച് പോകേണ്ട വരും. എൻ്റെ സുഭാഷ് ഏട്ടാ, അച്ഛൻ കുഞ്ഞു വെച്ചൊന്നും അല്ലല്ലോ. ഗുജറാത്തിലോ ഒറീസയിലോ ഒക്കെ കടൽ തീരത്തു കൂടെ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആളല്ലേ. എല്ലാത്തടത്തും ഓട്ടം പോകുന്നതല്ലേ. വീട്ടിലേക്ക് വരാനുള്ള വഴിയൊക്കെ അച്ഛനറിയാം. അച്ഛൻ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ സുഭാഷിന് ടെൻഷനായിരുന്നു. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്താണ് കുറച്ച് പോലീസുകാർ കൂടി ഭാസ്കരനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷും സുഭാഷും ഒക്കെ ഞെട്ടിപ്പോയി. എന്താ ഏതാ സംഭവം എന്ന് അവർക്കൊട്ടും മനസ്സിലായതും ഇല്ല. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.